80ാമത് ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയുടെ ഒന്നാം ദിനം അവസാനിച്ചത്. ഈ ഒന്നാം ദിനത്തിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാലസ്തീൻ എന്ന് പറയുന്ന ശബ്ദമായിരുന്നു ജനറൽ അസംബ്ലിയിലെ മുഴുവൻ രാഷ്ട്ര നേതാക്കളുടെയും പ്രസംഗത്തിൽ മുഴങ്ങിക്കേട്ടത്. പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ള ആവശ്യം കൂടുതൽ രാജ്യങ്ങളുടെ തലവന്മാർ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ പാലസ്തീൻ അങ്ങനെ ഒരു സ്റ്റേറ്റ് അംഗീകരിക്കുമ്പോൾ മിക്ക രാജ്യങ്ങളുടെയും വികാരം ഹമാസിന്റെ തടങ്കലിലുള്ളവരെ വിട്ടുകൊടുക്കണം, അതുപോലെ തന്നെ ഒരു പിന്നീട് വരുന്ന ഒരു ഭരണത്തിൽ ഹമാസിന് പങ്കുണ്ടാകാൻ പാടില്ല എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഉൾപ്പെടെ മിക്ക നേതാക്കളും ഈ ജനറൽ അസംബ്ലിയിൽ അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ജനറൽ അസംബ്ലിയുടെ ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗട്രോസിന്റെ പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കുകയുണ്ടായി. പാലസ്തീൻ പ്രതിനിധികൾക്ക് ഈ ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചതിനാണ് ആ വിമർശനം നേരിടേണ്ടി വന്നത്. കൂടുതൽ രാജ്യങ്ങൾ ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഈ ജനറൽ അസംബ്ലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇസ്രയേൽ പറഞ്ഞത് ഇതൊരു സർക്കസ് ആണ്, അമേരിക്ക പറഞ്ഞത് ഇത് വെറും ഒരു സ്റ്റണ്ടാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഇന്നത്തെ ജനറൽ അസംബ്ലി എന്നാണ് പറഞ്ഞത്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിൽ എത്തിച്ചേർന്നു. അദ്ദേഹം ട്രംപ് ടവറിലാണ് ഇന്ന് താമസിക്കുന്നത്. നാളെ അമേരിക്കൻ സമയം, പ്രാദേശിക സമയം രാവിലെ 9 മണിക്കായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്ര സഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടാകുക. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനായിട്ടാണ് ഏവരും കാതോർത്ത് നിൽക്കുന്നത്. കാരണം ഈ രണ്ട് യുദ്ധങ്ങളിലും ഐക്യരാഷ്ട്ര സഭയോട് തന്നെ അല്പം അകലം പാലിക്കുന്ന ഡൊണാൾഡ് ട്രംപ് രണ്ടാം ടേമിൽ ഐക്യരാഷ്ട്ര സഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഉഭയകക്ഷി ചർച്ചകൾ പല രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായിട്ടുള്ള ചർച്ച വളരെ നല്ല രീതിയിൽ പോയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് വരുന്നത്. മാർക്കോ റൂബിയോ പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു നിർണായക പങ്കാളിയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ആവശ്യമാണെന്ന് എടുത്തു പറയുകയും ചെയ്തു. മറ്റൊരു വശത്ത് പീയൂഷ് ഗോയലും അമേരിക്കൻ പ്രതിനിധി സംഘവുമായിട്ടുള്ള താരിഫ് ചർച്ചകളും നല്ല രീതിയിൽ തന്നെ ആദ്യ ദിനം കടന്നുപോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്.